ഓൺ റൂട്ട് ടു പഞ്ചാബാണ്. നമ്മൾ ഹരിയാനയും കയറിയിരിക്കുകയാണ്. ഹലോ എവരിബഡി, ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി 2 ദിവസത്തെ വിശേഷങ്ങളാണ്. ഡേ 7 രാത്രിയിൽ നമ്മളൊരു ഫുഡ് കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളും ഡേ 8 വിശേഷങ്ങളും, നമ്മൾ താജ്മഹലിൽ പോയ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ ആദ്യമേ ആഗ്രയിലേക്ക് വന്ന രാത്രി നമ്മൾ ആ വരുന്ന വഴിയിൽ നമ്മളൊരു ഫുഡ് കോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കോർട്ട് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇവിടെ വരണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. നമ്മൾ ഇവിടുത്തെ ഫേമസ് ഒരു സ്ട്രീറ്റ് ഫുഡ് സ്ഥലത്ത് വന്നിരിക്കുകയാണ്. സാദാർ ബസാർ അല്ലേ? ജഗ പ്ലേസ് നെയിം ക്യാ ഹൈ? സാദാർ ബസാർ. സാദാർ ബസാർ. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. സംഭവം വൈബാണ്. ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് മേലെ ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സിറ്റി, ആ ഒരു റോഡില്ലേ, അവിടെയും ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ പോകാൻ നേരത്ത് കാണിച്ചു തരാം. നമ്മളിപ്പം ഇവിടെ നിർത്തിയിരിക്കുന്നത് പിള്ളേർക്ക് കുറച്ച് സ്വീറ്റ് കോൺ മേടിക്കാനാണ് കേട്ടോ. നമ്മളിപ്പം ബട്ടർ വെച്ചിട്ടുള്ള ബട്ടർ ആൻഡ് സാൾട്ടുള്ള സ്വീറ്റ് കോൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് മേടിക്കാം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ നമ്പർ 1 നമ്മുടെ എന്തൊരു പറയുക, സ്വീറ്റ് കോൺ ബട്ടറും സോൾട്ടും കൂടെ ചേർത്തിട്ടുള്ള പരിപാടി. കൊള്ളാം, നൈസ്. ഞാനും കഴിച്ചു നോക്കി. നമ്മുടെ അതുൻ്റെ ഒരു കപ്പിരിപ്പുണ്ട്. പറ്റിപ്പ് ഐസ്ക്രീം കണ്ട് പറ്റിപ്പ് ഐസ്ക്രീം, നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം. പുള്ളിക്കാർ ഇവിടെ നൈസായിട്ട് കൊച്ചിലെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത റൗണ്ടിൽ ആദൂനെ ഇതിനെയും കൂടെ പറഞ്ഞു വിടാം. ചിലപ്പോൾ നൈസായിരിക്കും. എന്തായാലും ഇതാണ് സ്പോട്ട്. നമ്മൾ നേരത്തെ നിന്ന ആ ഒരു സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. സംഭവം വൈബാണ്. നമ്മൾ പറ്റിക്കാനായിട്ട് ഈതനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈതനും ആദു രണ്ടുപേരുണ്ട്. ചെല്ലു, മേടിച്ചോ മേടിച്ചോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. കിട്ടി 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 കിട്ടി. അയ്യോ, അയ്യോ. ഏയ് 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 ഏയ്. ആ 3 തവണ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കിട്ടും കിട്ടും. ആ മേടിച്ചോ മേടിച്ചോ മേടിച്ചോ. എന്തിയേ 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 കണ്ട് കണ്ട്. മേടിച്ചോ മേടിച്ചോ. ഓക്കെ, മേടിച്ചോ. അയ്യോ, അത് പോയി മേടിച്ചോ, അത് പോയി മേടിച്ചോ. ആരാണ് മേടിക്കുന്നത് നോക്കട്ടെ ശരിക്കും. വെരി ഗുഡ്. കിട്ടിയാ? അതെ, അവസാനം ഈതന് കിട്ടിയിരിക്കുകയാണ് സംഭവം. കൺഗ്രാജുലേഷൻസ് ഈത, കൺഗ്രാജുലേഷൻസ് ആദു. കളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ വലിയ കുട്ടിക്കും ഒരാഗ്രഹം. അതെ, ഇന്നൊരു 5-6 ഐസ്ക്രീമെങ്കിലും അവൾ ഒപ്പിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എത്ര എണ്ണം അവൾക്ക് കിട്ടുമെന്ന്. ഇത് അയ്യേ പറയണം കേട്ടാ, കിട്ടിയില്ലെങ്കിൽ കേട്ടാ. നമുക്ക് കൂവണം, നമുക്ക് കൂവി തള്ളിക്കണം. മേടിച്ചോ മേടിച്ചോ. ഏയ് അയ്യേ, ഫസ്റ്റ് ടൈം തന്നെ പോയി. അയ്യോ, ഇത് കിട്ടുമെന്ന് തോന്നണില്ല. ഇന്നവള് മേടിക്കുമെന്ന് തോന്നണില്ല. ആ ആ ആ, എവിടെ എന്തിയേ, എവിടെ വേടിയിരി. 2 റൗണ്ട് അടിച്ചോ. ആ 1, ആ 2, ആ 3. വെരി ഗുഡ്, താങ്ക് യു താങ്ക് യു. കൊറേ ടിഷ്യൂ കിട്ടിയല്ലേ, അത് സൂപ്പറായില്ലേ. പിന്നെയും കിട്ടിയില്ല. അയ്യേ, ഈതാ ഈ അമ്മയ്ക്ക് ഒന്നും പറ്റിയതില്ലല്ലേ. കിട്ടിയേ കിട്ടിയേ കിട്ടിയേ. എന്തുവാ കളെ? ആ നൈസ്. എന്തുവാ? ഇല്ല, അതിന്റെ പൈസ മേടിക്കും നമ്മളെ. പേടിക്കണ്ട പേടിക്കണ്ട. വെരി ഗുഡ് വെരി ഗുഡ്. ഇതാ അമ്മ നല്ലോണം ചെയ്താ. ചെയ്ത് ചെയ്ത് ചെയ്ത്. വെരി ഗുഡ്. കൊള്ളാം കേട്ടാ പരിപാടി. ഫൺ ഫൺ.
കുട്ടികളായി മാറുകയാണ്. ഒരു നമ്മള് വിചാരിക്കും ഈസിയാണ് അല്ലേ? നമുക്ക് അങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അവരിങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ആ വീഡിയോയിലൂടെ ഇവിടെ ഒരു ഇച്ചിരി ഫാൻസി ഷോപ്പിൽ കയറിയും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം അകത്താണ്. കാണിച്ചോ. ഇത് അപ്പ് ആൻഡ് കമ്മിങ് ഡയറക്ടർ ഒരു ഉല്ലാസ് സാറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സ്മൃതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് ഈ രണ്ടെണ്ണത്തിൻ്റെ കൂടെ നടുക്ക് ഒരു ഹാർട്ടിൻ്റെ കണക്ഷൻ ഉണ്ട് കേട്ടോ. അടുത്തതാണ് മെയിൻ സാധനം. ഇത് മറ്റേ കയ്യിലിടുന്ന സാധാരണ മറ്റേ ആ സംഭവം. ഇനി മെയിൻ സാധനമുണ്ട്. ആര് പറഞ്ഞു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്? ആലുമൂടത് അതായത് ഞാൻ തിലകനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കാണാൻ വരുന്നത് കിളിക്കത്തിലെ തിലകനല്ലേ? ഇത് വലിച്ചോട്ടല്ലേ നടക്കുന്നത്? ഓക്കെ കണ്ടാ. അപ്പൊ ഈ സാധനം ഉണ്ട് കേട്ടാ. നൈസ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ നിന്ന് മേടിച്ചത്. ഇനി നമ്മൾ വീണ്ടും സ്ട്രീറ്റ് കണ്ടിന്യൂയിങ് എക്സ്പ്ലോറേഷൻ. എന്തെങ്കിലും വെറൈറ്റി സാധനം ഉണ്ടെങ്കിൽ ഐ വിൽ ഷോ യു. അപ്പോൾ ഇന്നത്തെ ഫുഡ് മസാല ദോശ. നല്ല അടിപൊളി മസാല ദോശയാണ്. അത് നമ്മൾ പപ്പാതിയാക്കി. ഇതിന് പകുതി ആദൂന് പാതി. പക്ഷേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതുകൊണ്ട് മിക്കവാറും നമ്മളും കൂടെ ഇതിനകത്ത് കൈ കടത്തേണ്ടി വരും. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തോ പറഞ്ഞത് ആലു പറാത്ത പറഞ്ഞിട്ടുണ്ട്. അതെ, ആലു പറാത്ത പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം സാധനം ലസ്സി. ഒന്നുകൂടെ പറ. അതെ, അടുത്ത് വന്നേക്കുന്നത് ലസ്സിയാണ് കേട്ടോ. നിനക്ക് എന്നോട്ട് ഇത് ഫേവറേറ്റ് ആയി തുടങ്ങിയത്? അതെ, എനിക്കായിരുന്നു ഭ്രാന്ത്. ഞാൻ ഉണ്ടാക്കി കൊടുത്താണെന്ന് തോന്നുന്നില്ല അവക്കും ഭ്രാന്തായത്. എന്തായാലും അതെ. അപ്പം നമുക്ക് ലസ്സിയും കിട്ടിയിട്ടുണ്ട്. മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാധാരണ ഇപ്പം ആര്യാസ്, ഉടുപ്പി പോലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്ക് സ്പ്രെഡ് ചെയ്ത് തരൂല. അവർ ദോശയുടെ നടുക്ക് ഒരു ഇച്ചിരി ഉരുളക്കിഴങ്ങ് കറി എടുത്ത് വെച്ച് തരികയല്ലേ ചെയ്യുന്നത്. ഇത് പക്ഷേ കണ്ട പ്രോപ്പറായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ആര്യാസ്, മിസ്റ്റർ ഉടുപ്പി എല്ലാവരും കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കേണ്ടത്. ആലു പൊറോട്ടയിൽ ഉള്ളിയുണ്ട്. സൂപ്പർ. എനിക്കിതിനകത്ത് ഏറ്റവും കിടിലൻ കോമ്പിനേഷനായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് ആലു പൊറോട്ടയും തൈരുമാണ് കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് വേണ്ട. എന്നിട്ട് കുറച്ച് അച്ചാറും. നമ്മളെ കമ്പനിയിലുള്ള നിഖിൽ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അവനാണ് എനിക്ക് ഒറിജിനൽ ആലു പൊറോട്ടയുടെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നതും ബാംഗ്ലൂർ വെച്ചിട്ട് പരിചയപ്പെടുത്തി തന്നതും. അതിനുശേഷമാണ് ഞാൻ ഇതിനകത്ത് അഡിക്റ്റ് ആയത്. സംഭവം പൊളിയാണ്. ഈ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി. ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. അതാണ്ട് കുറേ സാധനങ്ങൾ പാഴ്സൽ മേടിച്ച് എക്സ്ട്രാ 2 ലസ്സിയും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ റൂമിൽ പോയിട്ട് ബാക്കി. അപ്പോൾ ഡേ 7 രാത്രിയിലെ വിശേഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഡേ 8 രാവിലത്തെ വിശേഷങ്ങൾ തൊട്ട് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻസ് ആൻഡ് എവരിബഡി. നമ്മളങ്ങനെ താജിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ നമ്മൾ ആട്ടയിൽ കയറിയിട്ടുണ്ട്. 5 മണിയായപ്പോഴേ എല്ലാത്തിനെയും വിളിച്ചുണർത്തി. 6 മണിയായി. ഇപ്പോൾ 5:45 ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. എക്സൈറ്റഡ്. ഇതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഉള്ള ആള്. കണ്ട, ഇവിടെ താജ്മഹൽ കാണാൻ പോവാണ്. ഇപ്പോഴും പട്ടീനെയും കുരങ്ങനെയും കഴുതേനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾ. കമ്മൺ പോട്ട് ബാ. ഓടിയോ താജ്മഹൽ ആണെന്നേ. നമ്മളങ്ങനെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. നമ്മളിതൊക്കെ കണ്ടിട്ട് നൈസായിട്ട് വെൽക്കം ടു താജ്മഹൽ വെസ്റ്റ് ഗേറ്റ് വേ. നമ്മളിപ്പോൾ താജ്മഹലിൻ്റെ റോയൽ ഗേറ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ റോയൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണുള്ളത് കേട്ടോ. ഇത് കൂടാണ്ട് 3 ഗേറ്റ് ഉണ്ട്. ഒന്ന് അവിടെ, ഒന്ന് ദാണ്ട് ഈ സൈഡ്, ഒന്ന് നമ്മുടെ നേരെ ബാക്കിൽ. ഈ 3 എൻട്രൻസിലൂടെ വന്നു കഴിഞ്ഞാലും നമ്മൾ മെയിൻ ഗേറ്റ് വഴിയാണ് ഉള്ളിൽ പോകേണ്ടത് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ്, റോയൽ ഗേറ്റ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് 1631 starting 1653 and എൻഡിങ്. ഓക്കെ, 1631 നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു താജ്മഹലിൻ്റെ. എന്നിട്ട് 53 തീർന്നത്. അതായത് 22 വർഷം എടുത്തു നമ്മുടെ താജ്മഹൽ കംപ്ലീറ്റ് ആവാൻ കേട്ടോ. ഇന്നലെ ഫ്രൈഡേ ആയതുകൊണ്ടും ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷെ നമ്മൾ മോർണിംഗ് സമയത്ത് തന്നെ എത്തിയത് കൊണ്ട് തിരക്ക് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. രക്ഷയില്ലാത്ത ലുക്കല്ലേ. എങ്ങനെയുണ്ട്? എന്റെ കാത്തിരിപ്പാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൂടൻ പറഞ്ഞ കണക്ക് 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ടു. ഇതാണോ ഷാജഹാനും മുംതാസും? നമ്മളൊരു ഗൈഡിനെ വിളിച്ചേക്കുന്നു കേട്ടോ. പുള്ളിക്കാരനെ കൊണ്ട് എന്തായാലും മാക്സിമം പണിയെടുപ്പിക്കുകയാണ്. നമ്മളെ ഭാവന സ്റ്റുഡിയോയിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ പോസ് കണക്കുന്ന കുറേ കിടിലാസ്കി പോസുകൾ എടുപ്പിക്കുന്നുണ്ട് ഭാവയിലെ കൊണ്ട്. താജ്മഹൽ ഊരിയെടുക്കുന്നു, താജ്മഹലിന് ഉമ്മ വയ്ക്കുന്നു, താജ്മഹലിനെ തള്ളിയിടാൻ നോക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ. അതിനെ കൂടെ പിടിച്ചോ. നമ്മുടെ താജ്മഹലിന്റെ 2 സൈഡ് ഈ ഒരു 2 സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് മിനാറെന്ന് അങ്ങനെ പറഞ്ഞത്. അതിനകത്ത് ഈ സൈഡിലുള്ളത് ഒരു മോസ്കാണ്. ഇതേ കണക്ക് അപ്പർ സൈഡിലുണ്ട്. അതെന്ന് പറയണത് ഒരു ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല VIP ആയിട്ടുള്ള ടീമുകൾക്ക് താജ്മഹലിന്റെ തൊട്ടപ്പുറത്ത് തന്നെ താമസിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു മോസ്കിൻ്റെ സംഭവം ദേ ഇരിക്കുന്നു. നമ്മുടെ ആ ഒരു ഗസ്റ്റ് ഹൗസ് സംഭവം അപ്പുറത്തിരിക്കുന്നു. അതെ, എൻട്രൻസിലോട്ട് നോക്കി നല്ല ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നേരം വെളുത്തപ്പഴേ വന്നതുകൊണ്ട് കുറച്ച് ക്രൗഡ് കുറഞ്ഞ് നമുക്ക് വരാൻ എല്ലാം അകത്ത് കയറാൻ പറ്റി. അപ്പം മാക്സിമം നേരത്തെ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഫൈനലി നമ്മൾ താജ്മഹലിന് അകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്ത് കയറാനുള്ള എൻട്രൻസ്. ഫുള്ള് മാർബിളാണ്. നമ്മൾ വിചാരിക്കും തടി കയറ്റും വല്ലതും ആണെന്നല്ല, മാർബിളാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ താജ്മഹലിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ സൈഡും ഒരേ കണക്കാണ്. നമുക്ക് ഇതിനകത്തുള്ള വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല, അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഭാഗത്ത് നമ്മുടെ ഒരു ആഗ്ര ഫോർട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഷാജഹാൻ്റെ അവസാന ദിവസങ്ങൾ, അതായത് ജയിലെന്ന് പറയാൻ പറ്റത്തില്ല, ഹൗസ് അറസ്റ്റിലായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ അവിടെയാണ് നിന്നിരുന്നത്. അപ്പം ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ ഒരു സ്ഥലത്ത് പോയില്ലായിരുന്നു. അപ്പം ആ സ്ഥലമാണ് ഇത് ഈ കാണുന്നത്. അവിടെയാണ് നമ്മുടെ ഷാജഹാൻ ഒരു ബ്ലാക്ക് താജ്മഹൽ പണിയാനായിട്ട് പ്ലാൻ ചെയ്തിട്ടിരുന്നത് കേട്ടോ. അതിൻ്റെ ബേസ്മെൻറ്റ് തന്നെയാണ് ആ കാണുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്തൂപം കണക്കൊരു സംഭവം കാണാൻ പറ്റും. ഇത് ആൾറെഡി ബിൽഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ബ്ലാക്ക് താജ്മഹലും കൂടെ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിക്കണം. പക്ഷേ അവസ്ഥ മീൻസ് അന്നത്തെ നാട്ടുകാരുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താജ്മഹൽ പണിയാൻ തന്നെ ഒരുപാട് പൈസ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ബ്ലാക്ക് താജ്മഹലും കൂടെ പണിഞ്ഞിരുന്നെങ്കിൽ മിക്കവാറും ആ ഒരു ഇവരില്ലേ അവരുടെ പൈസ ഫുള്ള് കാലിയായേനെ. അതുകൊണ്ടായിരിക്കണം മിക്കവാറും മകൻ പിടിച്ച് ജയിലിൽ കിട്ടാതെ ഹൗസ് അറസ്റ്റ് ചെയ്തത് കേട്ടോ. എന്തായാലും യമുനയുടെ തീരത്ത് നമ്മുടെ താജ്മഹൽ നമ്മളങ്ങനെ കണ്ട് നിർവൃതി അടഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇതിന് വിശപ്പ് തുടങ്ങി, അതിൻ്റെ മുഖമാണ് കാണുന്നത്. ഓക്കെ, നമ്മളങ്ങനെ താജ്മഹൽ കണ്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇതിന് വിശപ്പിൻ്റെ നല്ല അസ്കിതയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിന് വിശക്കുന്നാടാ.
കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. എങ്ങനെയുണ്ട് താജ്മഹൽ? ഇഷ്ടപ്പെട്ടാ? ഇങ്ങോട്ട് നോക്കി പറ. ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇച്ചിരി ദോശയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ തോനെ ഇഷ്ടപ്പെട്ടേനെ. അതാണ് 6 വർഷത്തിന് ശേഷം കണ്ട മാഡത്തിന് എന്ത് തോന്നുന്നു? നല്ലൊരു ഒരു പ്രത്യേക ഒരു ഫീലല്ലേ ഇവിടെ നിൽക്കാൻ നേരത്തെ. ഓക്കെ, അപ്പം അതെ സംഭവം അതാണ് താജ്മഹൽ. അപ്പം നമ്മളങ്ങനെ കണ്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇന്നിനിപ്പം വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ജസ്റ്റ് വെക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു, അതാണ് പരിപാടി. അപ്പോൾ എൻജോയ്ഡ് എ ലോട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞേരേ. ഓക്കെ, നമ്മളങ്ങനെ താജ്മഹൽ കണ്ട് ഇറങ്ങി നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കാണുകയാണെങ്കിൽ അവിടെ കയറി ഫുഡും കൂടെ കഴിക്കണം. പിന്നെ നമ്മൾ ടൂർ ഗൈഡിനെ വിളിച്ചിട്ടാണ് പോയത്. 900 രൂപയായി. ഒരു സജഷൻ, ടൂർ ഗൈഡിനെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താജ്മഹലിൻ്റെ ഫുള്ള് സ്റ്റോറിയും കിട്ടും. അപ്പം അത് തന്നെയാണ്. അതെ, നമുക്ക് ഇപ്പം ഒരുപാട് ക്യൂ ഉണ്ടെങ്കിൽ ഇവർ ക്യൂവിലൊക്കെ കയറ്റാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടും കൂടെയാണ് അവർ ഒരു സർവീസ് എടുത്തത്. അതെ. പിന്നെ ടിക്കറ്റ് എല്ലാം അയാളാണ് എടുത്തത്. അപ്പം ടിക്കറ്റിൻ്റെ പ്രൈസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ ഒരു പ്രൈസ് പറഞ്ഞത്. പിന്നെ ഏറ്റവും താജ്മഹലിന് അകത്ത് കയറണമെങ്കിൽ 200 രൂപ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അത് അവിടുത്തെ ഫീസാണ് കേട്ടോ. അതെന്തായാലും പേ ചെയ്തേ പറ്റുള്ളൂ. ഈ 900,000 റുപ്പീസ് കൊടുത്തിട്ട് ഒരു ഇതിൻ്റെ ടൂർ ഗൈഡിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ടൂർ ഗൈഡ് ഉണ്ടെങ്കിൽ അയാൾ പ്രോപ്പറായിട്ട് വഴിയൊക്കെ കാണിച്ചു തരും, ഈ സംഭവങ്ങളുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തരും. അങ്ങനെ സ്റ്റോറിയൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. ഈ 900 റുപ്പീസ് വർത്താണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും അടുത്തുള്ള ഏതെങ്കിലും ലെതർ സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഈ പേത്ത കഴിക്കുന്ന ഷോപ്പിലോട്ടൊക്കെ പോകാനായിട്ട് ഒരുപാട് ഫോഴ്സ് ചെയ്യും. അപ്പം മാക്സിമം അങ്ങനെ പോകാണ്ടിരിക്കുക. ഇവർ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളെല്ലാം നല്ലോണം കമ്മീഷൻ അടിക്കുന്ന സ്ഥലമാണ്. അതിന് പകരം നിങ്ങൾക്ക് കണ്ട ഈ ഒരു സ്ട്രീറ്റിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് പേത്ത ഷോപ്പും ഈ സ്വീറ്റ്സിൻ്റെയൊക്കെ ഷോപ്പുണ്ട്. അതേ കണക്ക് തന്നെ ലെതറിൻ്റെ ഷോപ്പുണ്ട്. എല്ലാ ഷോപ്പും നമ്മുടെ ഈ ഒരു ആഗ്രയിൽ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട് കേട്ടോ. അതിപ്പം രാവിലെ ആയതുകൊണ്ടാണ് ഓണാവാത്തത്. ഈവനിങ് ഒരു 3 മണി തൊട്ട് രാത്രി ഒരു 11 മണി 12 മണി വരെ ഇഷ്ടം പോലെ ഇവിടെ ഷോപ്പുകളുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം. അവിടെ പൈസയും കുറവാണ്. അത്യാവശ്യം നമുക്ക് ഇരുന്ന് മേടിക്കാനും പറ്റും. അവരൊരുപാട് ഫോഴ്സ് ചെയ്യത്തില്ല. നമ്മളല്ലാണ്ട് ഈ ടൂറിസ്റ്റ് ഗൈഡുകൾ കൊണ്ടുപോകുന്ന സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫോഴ്സിങ് ആണ്. അവരുടെ ആ ഒരു ബിസിനസ് മൈൻഡ് അറിയാമല്ലോ. അപ്പം ഒരുപാട് ഇട്ട് ടോർച്ചർ ചെയ്യും നമ്മളെ. മേടിക്കുക, ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് സംഭവം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചെയ്യും. അപ്പം അതിലൊന്ന് ചെന്ന് വീഴാണ്ടിരിക്കുക. ഇത് കണക്കത്തെ ഔട്ട്ലെറ്റിൽ നിന്നുള്ള സാധനങ്ങൾ മേടിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു ഡൽഹി. ഇതേണ്ടേ ഷോപ്പ് കണ്ട, നമ്മളതാണ്ട് ഇവിടെയൊക്കെ ഉണ്ട് പേത്തേര ഷോപ്പ് കണ്ട. ഇവിടെ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ റോഡിൽ കാണാം. അപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. നമ്മൾ നമ്മുടെ താജ് പര്യടനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം പഞ്ചാബാണ്. പക്ഷെ പഞ്ചാബിൽ അവിടം വരെ അമൃത്സർ വരെ എന്തായാലും എത്തൂല. അതുകൊണ്ട് അതിൻ്റെ മുമ്പുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ സ്റ്റോപ്പ് അടിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കുട്ടികൾ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഹാപ്പിയൊക്കെ തന്നെ? ഓ, വലിയ ഹാപ്പി ഒന്നും ഇല്ല എന്നാണ് ഈദാൻ പറയുന്നത് കേട്ടോ. ഈദിന് വലിയ ഹാപ്പി ഒന്നും ഇല്ല. ഈദിന് എവിടെ ഇഷ്ടപ്പെട്ടത്? താജ്മഹലാണ് ഇഷ്ടപ്പെട്ടത്. ഒട്ടകത്തിൽ കയറിയതാണ് ഇഷ്ടപ്പെട്ടത്. അതങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് ഫ്രണ്ടിലോട്ട് കാണിച്ചോട്. അപ്പൊ നമ്മള് മെയിൻ ഹൈവേയിലോട്ട് കയറാൻ പോവാണ്. അപ്പം ഈ ഒരു ആഗ്ര വിടുന്നതിന് മുമ്പ് ആഗ്രയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. സംഭവം എല്ലാം വൈബൊക്കെ നൈസാണ്. നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ട്രാഫിക് കൾച്ചറാണ് കേട്ടോ. ട്രാഫിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ അന്യായ മോശം ട്രാഫിക് കൾച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഈ ട്രാഫിക് ലൈറ്റ് കത്തിയാലും ആൾക്കാർ വണ്ടി നിർത്തൂല. ചെറുതായി ചുമ്മാ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ട്രാഫിക്കിൻ്റെ ഇതൊന്നും നോക്കത്തുമില്ല. ഒരു മര്യാദ ഇല്ലാത്തൊരു പോക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഈ എന്തോ പറയുന്നത്, ഈ സിഗ്നൽ എടുത്ത് ബ്രേക്ക് ചെയ്യുന്നത് സാധാരണ ആൾക്കാർ മാത്രമല്ല കേട്ടോ, പോലീസുകാരും അത് തന്നെ. സിഗ്നൽ ജസ്റ്റ് ഒരു സജഷൻ മാത്രമായിട്ടാണ് കാണുന്നത്, ഷോ പീസിന് വേണ്ടിയിട്ട്. പിന്നെ ഹോണടി, എൻ്റെ പൊന്നു, ഹോണടി എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ഹോണടി ചുമ്മാ. അതാണ് എൻ്റെ പൊന്നടാവേ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറുതെ ഒരു റോഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഫ്രണ്ടിൽ വേറെ ആൾക്കാരൊന്നുമില്ല, വേറെ ട്രാഫിക് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും
വെറുതെ ഹോൺ അടിക്കുക. അങ്ങനെ ഒരു ടീം. പിന്നെ ട്രാഫിക് ഉണ്ടെങ്കിൽ പറയണ്ട, ഫ്രണ്ടിൽ വണ്ടി നീങ്ങാനുള്ള സാഹചര്യമാണോ അങ്ങനെയുള്ള ഒരു നോട്ടമില്ല. പിന്നെ ചാടാ പട്ടാന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ഹോൺ അടിക്കും. ഇതാണ് അവസ്ഥ. അതും നമ്മൾ കാറിലിരുന്ന് പോകാൻ നേരത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ വിൻഡോ ഒക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് വലിയ പ്രോബ്ലം അറിയത്തില്ല. പക്ഷേ നമ്മള് ലാസ്റ്റ് 2 ദിവസം ഈ ആട്ടയിലും മറ്റേ ടുക്ടുക്ക് ഉണ്ടല്ലോ, ആ ടുക്ടുക്കിലും ഒക്കെയാണ് പോയത്. ടുക്ടുക്ക് എന്ന് പറയുന്നത് ആട്ടോയാണ്. ആട്ടോയിന് ഇവിടെ ടുക്ടുക്ക് എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ അതിനെ ടുക്ടുക്ക് എന്ന് വിളിക്കാം. അപ്പൊ അതിനകത്ത് പോയപ്പോഴത്തേക്ക് മറ്റേ ഫുള്ള് ഓപ്പൺ ആണല്ലേ. അപ്പൊ വേറെ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് നേരെ നമ്മുടെ ചെവിയുടെ സൈഡിൽ കൊണ്ടുവന്നിട്ട് അറ്റാക്ക് ഹോണടിയാണ്. ചെവിയുടെ ഡയഫ്രം അടിച്ചു. അമ്മാതിരി നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് അത് ശീലമായിക്കണം. അതൊരു വലിയൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മള് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അയ്യോ, പ്രത്യേകിച്ച് ക്ഷീണിച്ച് നമ്മൾ അവശരായി വന്നതായിരുന്നു. അപ്പോഴാണ് ഈ ഹോണടിയും കൂടെ കേട്ടിട്ട് തലതിരുത്ത് ഒരുമാതിരി ഇയർ റിംഗിങ് മറ്റേ കീന്നൊരു സൗണ്ട് കേൾക്കുമല്ലോ. ഏറ്റവും അവസാനം അതേ കണക്കത്തെ അവസ്ഥയിലായിരുന്നു. ചെവിക്കൊരു ഊതല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഡൽഹി ആ ഒരു ഇന്നർ റോഡോ എന്താ ഇന്നർ റിംഗ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ യമുന എക്സ്പ്രസ് ഹൈവേയില് കയറി. കുറച്ചു നേരമായി കയറിയിട്ട്. അതിലെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഇത്ര 1, 2, 3 വരി ഇവിടെ, 3 വരി അപ്പുറത്തും കാണും. ബട്ട് എക്സ്പ്രസ് ഹൈവേയുടെ പ്രോബ്ലംസ് അറിയാലോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സെയിം സീനറി ഇതേ കണക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണം. വലിയ ട്രാഫിക് ഒന്നുമില്ല. ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും അലർട്ടായിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഹൈവേകളാണ് ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത, ബോറടിക്കാനുള്ള സാധ്യത, ഡിസ്ട്രാക്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതേ കണക്ക് ഓരോരോ ടീമുകൾ ഇടതുവശത്തൂടെയൊക്കെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം ഇതിലേക്കൂടെ ഓട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ അപ്പുറ സൈഡ് എത്താൻ നേരത്ത് പറയാം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് മിക്കവാറും മധുരയോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് എത്താൻ നേരത്ത് ഒന്ന് ഇറങ്ങി പെട്രോൾ അടിച്ചിട്ട് വീണ്ടും ഹൈവേയിലോട്ട് കയറേണ്ടി വരും. പെട്രോള് ശകലം കുറവാണ്. ഞാൻ ഓർത്തില്ല, കയറാൻ നേരത്തെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കയറാനുള്ളതായിരുന്നു. എന്തായാലും മധുരയൊക്കെ പാസ് ചെയ്ത് പോകാനുള്ള പെട്രോളുണ്ട്. അപ്പം അവിടെ പോയി പെട്രോൾ അടിച്ചിട്ട് നമ്മൾ വീണ്ടും ഹൈവേയിൽ കയറിയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ യമുന എക്സ്പ്രസ് ഹൈവേ ഒക്കെ വിട്ടിട്ട് ഇപ്പം നോയിഡ എക്സ്പ്രസ് ഹൈവേയിലാണ്. പക്ഷെ ഇതിനൊരു എക്സ്പ്രസ് ഹൈവേ ആയിട്ട് തോന്നുന്നില്ല, ഹൈവേ. കാരണം നല്ല ട്രാഫിക് ഉണ്ട് സംഭവം. നമ്മളിപ്പോൾ ഒരു അടിപൊളി ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞായിരുന്നു. ആ സമയത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല, വീഡിയോ കോളിലായിരുന്നു സംഭവം. ഇത് അത്യാവശ്യം ഒരു സിറ്റി, പ്രോപ്പർ സിറ്റി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സിറ്റി തന്നെയാണ്. 3 ലൈൻ ഉള്ളതിൽ 3 ലൈനും നല്ലോണം നിറഞ്ഞാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആസ് യു ക്യാൻ സീ നല്ല അടിപൊളി റോഡൊക്കെ തന്നെയാണ്. നല്ല ഗ്രീനറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സിറ്റിയും ഉണ്ട്. നല്ല ഒരുപാട് സ്കൈ സ്ക്രേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൂടെ കുറെ ദൂരം പോകാനുണ്ട് സംഭവം. എത്ര ദൂരം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എല്ലായിടത്തും ഗ്രീൻ ഇത് ട്രാഫിക് നമ്മുടെ മാപ്പിൽ ബ്ലൂ ആണ് കാണിക്കുന്നതെങ്കിലും അത്യാവശ്യം തിരക്കുള്ള റോഡാണ് കേട്ടോ. നിങ്ങൾ വലിയൊരു ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. ചേച്ചി നമ്മളെ ചതിച്ചു ഗൈസ്. ചേച്ചി നമ്മളെ അടിപൊളി നമ്മളെ ഈ റോഡ് കയറണ്ട, ഈ റോഡ് മിസ് ചെയ്യും, ഈ റോഡ് വിട്ട് വേറെ റോഡ് കയറണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു ഞാൻ ഫസ്റ്റില് സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് ന്യൂഡൽഹി ടച്ച് ചെയ്യാതെ വേറെ റോഡ് കിടപ്പുണ്ടായിരുന്നു. ആ റോഡാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ആ റോഡ് ചേച്ചിക്ക് അറിയത്തില്ല. ചിലപ്പോ ഇനി അവിടെ വല്ല ലൈൻ ക്ലോസിങ്ങോ അല്ലെങ്കിൽ ഡിലേയോ അങ്ങനെ എന്തെങ്കിലും വന്നു കാണും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയതായിരിക്കും. എന്തായാലും ന്യൂഡൽഹിക്ക് അകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എക്സാക്ട് സെന്റർ ന്യൂഡൽഹിയാണ് സാധനം. നമുക്ക് ഇവിടെ വരാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു. യോഗമല്ല, വിധി. കൃഷ്ണനും കാണാൻ പറ്റത്തില്ല. അടിപൊളിയായിരുന്നു. ഒരു കൃഷ്ണനും രാധയും അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഭയങ്കര കുന്നു കണക്ക് തോന്നുന്ന സംഭവം വന്നിട്ട് ഈ ഇവിടത്തെ വേസ്റ്റ് കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന്
ഇട്ടിരിക്കുന്നത്. ലാൻഡ് ഫിൽ എന്ന് പറയും. നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയാൻ വയ്യ. പക്ഷേ ഈ സംഭവം നല്ല ഹൈറ്റില് അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു JCB മുകളിൽ വന്നിട്ട് അത് കോരി ഇടുന്നതാണ്. ന്യൂഡൽഹിയുടെ എത്ര വർഷത്തെ പഴക്കമുള്ള വേസ്റ്റുകളാണ് നിങ്ങൾ കാണുന്നത്. ആൾക്കാരുടെ അപ്പൂപ്പന്റെ നിക്കർ വരെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പുരാവസ്തു ഗവേഷകർ ഇവിടെ വന്ന് നോക്കേണ്ടതാണ്. ഇത് ശരിക്കും ആ അതിന്റെ ഹൈറ്റ് ഏറ്റവും മുകളിൽ കേറാൻ അവര് വഴി വരെ വെട്ടി തെളിച്ച് വെച്ചിരിക്കുന്നു. നമ്മൾ ഓൺ റൂട്ട് ടു പഞ്ചാബാണ്. നമ്മളിവിടെ ഒരു ധാബ കണക്കത്തെ ഒരു സെറ്റപ്പിൽ നിർത്തി. പണ്ടാരക്കാലം അവിടെ പാട്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് മേടിച്ച് തരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ റൂംസും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഗോൾഡൻ ഹട്ട്. ഇവരുടെ പരസ്യം ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടായിരുന്നു. അപ്പം മിക്കവാറും വല്ല ചെയിനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വിശന്ന് വരഞ്ഞ് ഇതേ കിടന്നുറങ്ങിയ തമ്പുരാൻ എണീറ്റ് വന്നിട്ടുണ്ട്. എന്തൊരു ഇത് ചൂടാ വിയർത്ത് എൻ്റെ പൊന്നോ കിടന്നുറങ്ങി. ഈ AC ഇടുമ്പോഴും എങ്ങനെയാടാ നീ വിയർക്കുന്നത്? എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്ത് പോയി എന്തിനാണ് സെറ്റപ്പ് ഉള്ളതെന്ന് നോക്കിയിട്ട് ഫുഡ് കഴിക്കാം. വിയർത്തതല്ലേ പിന്നെ വിയർത്തതല്ല, AC തണുപ്പടിച്ചതാണെന്ന്. ശരിയെന്നാ ഇപ്പം പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ, നമ്മളിവിടെ നിന്ന് കുറച്ച് അതൊന്ന് പോസ് ചെയ്യൂ. നമ്മൾ എൻ്റെ വീഡിയോ ഇരുന്ന് കണ്ടോണ്ടിരിക്കുമോ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ സ്വാഭാവികം ഇനി പറയാം. ഇനി നോർത്ത് ഇന്ത്യ വിടുന്നത് വരെ എല്ലാത്തിൻ്റെയും കൂടെ ഇത് കാണും. അതെ, ഈദിന് പനീർ ടീക്കയും ഇനി എല്ലാ ഓർഡറിൻ്റെയും കൂടെ മിക്കവാറും കാണും കേട്ടോ, ഓർഡർ ചെയ്യുന്ന സമയത്തല്ല. അപ്പോൾ ഇത്രയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മളപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് പറയാൻ. നമ്മള് സമയം 5:15 ഒരു 15 മിനിറ്റ് 20 മിനിറ്റും കൂടെ മാക്സിമം ഓടിച്ചിട്ട് വണ്ടി ഒതുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഹരിയാനയും കയറിയിരിക്കുകയാണ്. നമ്മൾ ഹരിയാനയിൽ കയറിയിട്ടാണ് ആക്ച്വലി മറ്റേ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിർത്തിയത് കേട്ടോ. അത് അവിടെ പറയും പോലെ 950 രൂപയായി കേട്ടോ. ഒടുക്കത്തെ റേറ്റഡേ. നമ്മൾ ഈ പിന്നെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണക്കത്തെ സ്ഥലങ്ങളാവാൻ നേരത്ത് അത്യാവശ്യം വൃത്തിയുള്ള റെസ്റ്റ് റൂമും ബാത്റൂമും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു പൈസ കൊടുക്കുന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുമില്ല. എന്നാൽ മറ്റടുത്ത് കയറി സാധാരണ ധാബ കണക്കത്തെ സ്ഥലത്ത് കയറി റിസ്ക് എടുക്കാനും തോന്നുന്നില്ല. അപ്പം ഒരു തൃശ്ശൻകു സ്വർഗം എന്ന് പറയത്തില്ല, രണ്ടിന്റെയും കൂടെ നടുക്ക് ഒന്നെങ്കിലും കാശ് അതെ 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 നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് അത് വർത്താണ്, സംഭവമാണ്. അപ്പം നമ്മൾ ഇപ്പം ഏതാ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയാന കയറി ഇനി ഇവിടെ നിന്ന് പാനിപ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു 40 കിലോമീറ്റർ. അപ്പം അതാണ് ഏകദേശം ലൊക്കേഷൻ. പക്ഷെ നമ്മൾ പാനിപ്പട്ട് വരെ പോകുന്നില്ല. അതിന് മുമ്പ് ഏതെങ്കിലും അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു ഓയോ റൂമോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് നമ്മളവിടെ സ്റ്റേ അടിക്കാനാണ് പ്ലാൻ കേട്ടോ. നമ്മൾ ഇതിപ്പം ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൂംസൊക്കെ ഈസി ആയിട്ട് കിട്ടും എന്ന വിശ്വാസത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം റൂം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മളിന്ന് ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഒതുക്കാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോൾ എവിടെ എത്തിയത്? പാനിപ്പട്ടിൽ ദ സിറ്റി പ്രൈഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ 1300 രൂപയുടെ റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്നത്തെ റൂം. ഇതിൽ നിന്ന് നമ്മൾ കഴിച്ച ഫുഡ് താലി മീൽസ് ആണ്. അപ്പം ഭയങ്കര സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നോർമൽ താലി മീൽസ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഔട്ടർ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡുണ്ട്. ഇവർ രണ്ടുപേരും നടുക്ക് കിടത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അപ്പുറവും കിടക്കാം. പിന്നെ TV ഉണ്ട് ഓബിയസ്ലി. പിന്നെ നമ്മുടെ കബോർഡുണ്ട്, ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സർപ്രൈസ് അത് ശരിയാണല്ലോടാ. ഇതെന്തിനാ ബാത്റൂമിൽ ഫാൻ?
ഇരുന്ന് നമുക്ക് ബാത്റൂമിൽ പോകാം. ഓക്കെ, ബാത്റൂമിൽ ഫാനും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. അതെ, അപ്പം എഗെയിൻ 1300 രൂപയ്ക്ക് വർത്ത്. അടിപൊളി സെറ്റ് റൂം. നിർമ്മൽ ഓക്കെ, അപ്പം ഓർക്കുന്നു നിർമ്മലിനെ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യണം. അപ്പൊ ഇതാണ് ഇന്നത്തെ റൂം കേട്ടോ. അയച്ചു കൊടുക്കായിരുന്നല്ലേ, കണ്ടു പഠിക്കണത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. നമ്മളിവിടെ കിടന്ന് ഉറങ്ങാൻ പോകുന്നു. ഇനി നാളെ നമ്മള് ഇവിടെ നിന്ന് ലുധിയാനയിൽ നിന്ന് നമ്മുടെ അമൃത്സർ, അതാണ് നാളത്തെ പ്ലാൻ. അപ്പോൾ കിടന്നുറങ്ങട്ടെ കേട്ടോ. എന്നെയും കൂടെ കാണിക്കട്ടെ ഇടക്കിടക്ക് ക്യാമറാമാനെ. അപ്പോൾ ഗുഡ് നൈറ്റ്. അതെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ക്യാമറാമാൻ അരുൺ കൃഷ്ണനോടൊപ്പം അധീക്ഷണ AS ഞാൻ പാടി, ഈതനസ് മദർ ഞാൻ പാടി, സ്മൃതി ജയൻ സൈനിങ് ഔട്ട്. ഞാൻ നോക്ക്.